ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കണ്ടുവരുന്ന പല സ്മാർട്ട് ഫോണുകളിലും മെയിൻ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് എന്നുള്ള പറയുന്ന സംഭവം. 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ, 90 ഹെർട്സ്, 120 ഹെർട്സ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ റീഫ്രഷ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ റിയൽ ലൈഫിൽ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണോ? ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ? അതേപോലെ തന്നെ ഈ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേയും 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേയും തമ്മിലുള്ള മാറ്റം എന്താണ് എന്നുള്ളത് റിയലായിട്ട് കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് എന്നുള്ള സംഭവം ആദ്യം തന്നെ പല ഗെയിമിംഗ് ഫോണുകളിലും അതുപോലെ തന്നെ പിന്നീട് OnePlus ഫോണുകളിലും ഒക്കെ അങ്ങനെ ഫീച്ചേഴ്സായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ മിഡ് റേഞ്ചിലും ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിൽ വരെ എത്തി നിൽക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് ഈ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് എന്നുള്ള സംഭവം. ഏതായിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ റീഫ്രഷ് റേറ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസ്പ്ലേയിൽ നമ്മളിങ്ങനെ കാണുന്ന സംഭവങ്ങളൊക്കെ അതിങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതായത് ഡിസ്പ്ലേയിൽ നമ്മളൊരു സംഭവം കാണുമ്പോൾ അത് ഓരോ ടൈമിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതായത് ഈ നമുക്ക് കാണുന്നത് ഡിസ്പ്ലേ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സംഭവം ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ചെയ്യുന്നു എന്നുള്ളതാണ് റീഫ്രഷ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 60 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് 60 ടൈംസ് അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണേണ്ട സംഭവം അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ ഫ്രെയിം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വീഡിയോയിലൊക്കെ 30 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ, 60 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ പറയുന്ന ഏകദേശം അതേപോലെ തന്നെ. അതായത് അതിലൊക്കെ നമുക്ക് ഓരോ ഫ്രെയിംസ് ഇങ്ങനെ ഓരോ സെക്കൻഡിലും എത്ര ടൈംസ് മാറുന്നു എന്നുള്ള കണക്കാണ്. ഏകദേശം അതേ ഒരു സംഭവമാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നോർമൽ ആയിട്ടുള്ള 60 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയിൽ നിന്നും 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോഴുള്ള മാറ്റം എന്ന് നമുക്ക് നോക്കാം. അതും തന്നെ ഇത് മെയിനായിട്ട് നമുക്ക് അനുഭവപ്പെടുക നമ്മൾ സ്ക്രോൾ ടൈം, അതായത് നമ്മൾ ഇപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ്, സോഫ്റ്റ്വെയറൊക്കെ വളരെ സ്മൂത്താണ്, സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ അനിമേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഈ ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഓരോ സെക്കൻഡിലും നോർമലായിട്ട് ഉണ്ടായിരുന്നത് 60 ഹെർട്സ് ആയിരുന്നു, 60 ടൈംസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 90 ഹെർട്സ് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഓരോ സെക്കൻഡിലും 90 ടൈംസ് ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിലേക്ക് വരുമ്പോൾ 120 പ്രാവശ്യം ഒരു സെക്കൻഡിൽ മാറിക്കൊണ്ടേയിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രോളിങ് അതേപോലെ തന്നെ ഫാസ്റ്റ് അനിമേഷൻ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ് അനുഭവപ്പെടും എന്നാണ് കമ്പനികളൊക്കെ അവകാശപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതൊന്നും നോക്കണ്ട, നമുക്ക് റിയൽ ലൈഫിൽ നമുക്കത് ഉപകാരപ്പെടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോക്കോ X2 എന്നുള്ള ഫോൺ ആണ് ഇവിടെ യൂസ് ചെയ്ത്. ഈ പോക്കോ X2യെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ്. അത് നമുക്ക് നോർമലായിട്ടുള്ള 60 ഹെർട്സ് റീഫ്രഷ് റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സിൽ, ഡിസ്പ്ലേ സെറ്റിങ്സിൽ റീഫ്രഷ് റേറ്റിൽ പോയാൽ നമുക്ക് 60 ഹെർട്സിലേക്കും അതുപോലെ തന്നെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ രണ്ടിലും നമ്മൾ ഓരോ സംഭവങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വല്ല രീതിയിലുള്ള മാറ്റങ്ങളും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏതായിരുന്നാലും നമ്മളിവിടെ വീഡിയോ എടുക്കുന്നത് സ്ലോ മോഷനിലാണ്, അതല്ലാതെ നോർമൽ രീതിയിൽ വീഡിയോ എടുത്താൽ നമ്മൾ യൂട്യൂബിലൊക്കെ പ്ലേ ചെയ്യുന്ന വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. 30 ഫ്രെയിം പെർ സെക്കൻഡിലുള്ളൊരു വീഡിയോയിൽ നമുക്ക് 60 ഹെർട്സുള്ള റീഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 120 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള ഒരു സ്ലോ മോഷൻ ക്ലിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാനിവിടെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റിൽ ഞാൻ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സംഭവമാണ്. ഒരു പ്ലേ സ്റ്റോറിൽ ഒരു സംഭവം സെർച്ച് ചെയ്തിട്ട് അതിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ക്ലിപ്പിൽ നമുക്ക് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് നമുക്ക് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റിലൊന്ന് കണ്ടു നോക്കാം. ഈ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റിലും നമുക്ക് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിലും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റം അത് സെപ്പറേറ്റ് പ്ലേ ചെയ്യുമ്പം മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒന്നുകൂടി സ്മൂത്തായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്.
നേരെ മറിച്ച് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സംഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ജിറ്ററിങ്, അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റക്ക് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇതാണ് റിഫ്രഷ് റേറ്റിൽ കൂടുന്നത് കൊണ്ടുള്ള മാറ്റം എന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഈ റിഫ്രഷ് റേറ്റ് കൂടുന്നത് കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപകാരം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രോളിംഗ് ടൈമിലും അതേപോലെ തന്നെ ആനിമേഷൻസ് സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള എന്ത് മൂവ്മെൻറ്റ് ഡിസ്പ്ലേയിൽ കാണുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ അനുഭവപ്പെടും. അതാണ് ഇവിടെയുള്ള മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ രണ്ടും തമ്മിലുള്ള മാറ്റമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് കൊണ്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഇതിനുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുമ്പോൾ റിഫ്രഷ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസസ്സിങ് കൂടും, അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ബാറ്ററിയും കുറച്ച് കൂടുതൽ ചിലവാകും. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോരായ്മ എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള ഈ ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ നമ്മൾ ഏത് OS ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഈ റിഫ്രഷ് റേറ്റ് വർക്കാവും. നേരെ മറിച്ച് നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ ഗെയിമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ 60 ഹെർട്സിൽ നിന്നും 190 ഹെർട്സിലേക്ക് റിഫ്രഷ് റേറ്റിലേക്കുള്ള രീതിയിലായിരിക്കില്ല അവർ ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഗെയിംസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് മാറ്റമൊന്നും അനുഭവപ്പെടില്ല. അതായത് റിഫ്രഷ് റേറ്റ് ഒക്കെ കൂടിയിട്ടുള്ള രീതിയിലൊക്കെ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഭാവിയിലൊക്കെ എല്ലാ ആപ്ലിക്കേഷനും ഇതേ രീതിയിൽ 90 ഹെർട്സും 120 ഹെർട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുമായിരിക്കാം. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എടുക്കുമ്പോൾ നമുക്ക് യൂസർ ഇൻ്റർഫേസിൽ കുറച്ച് സ്ക്രോളിങ്ങും കാര്യങ്ങളിലൊക്കെ ഇതേപോലെ സ്മൂത്തായിട്ട് വരും. അതുപോലെ തന്നെ ചില വളരെ വിരലിലെണ്ണാവുന്ന ചില ഗെയിംസിലൊക്കെ ഇങ്ങനെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ പോരായ്മകളും അതേപോലെ തന്നെ ഇതിൻ്റെ കൊണ്ടുള്ള മെച്ചങ്ങളൊക്കെ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിഫ്രഷ് റേറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.